عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അനശ്വരമായ വേദനകളും പ്രയാസങ്ങളുമില്ലാത്ത അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ മഹത്തരമായ അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളൊക്കെയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള 20 ലക്ഷത്തോളം വരുന്ന ഹജ്ജാജിമാർ അവരുടെ ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സന്ദർഭവും കൂടിയിട്ടാണ്. ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമെന്ന് പറഞ്ഞാൽ അൽ ഹജ്ജു അൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിലുള്ള നൃത്തമാണ്. അറഫയിൽ റബ്ബിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുവാനും റബ്ബിനോട് മാപ്പിനെ ഇരക്കുവാനും അറഫയിലുള്ള ഒരു നൃത്തം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, അറഫ നഷ്ടപ്പെട്ടു പോയാൽ ആ വർഷത്തെ ഹജ്ജ് ആ ഹജ്ജാജിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഹജ്ജിനെ ലക്ഷ്യമാക്കി വന്നിട്ട് രോഗികളായി പോയ സഹോദരന്മാരെ അവിടുത്തെ ഹജ്ജ് മന്ത്രാലയം എയർ ആംബുലൻസിലും ആംബുലൻസ് സംവിധാനങ്ങളിലും അറഫയിൽ കൊണ്ടുപോയി എത്തിക്കാറുണ്ട്. കാരണം അവരുടെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വിശിഷ്ടാതിഥികളായി കടന്നു വന്ന ഒരു ഹജ്ജാജിയുടെയും ഹജ്ജ് നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ 20 ലക്ഷത്തോളം വരുന്ന ഹജ്ജാജിമാരെ അല്ലാഹു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം കുവൈറ്റിലെ അഗ്നിബാധയിലുണ്ടായ 49ഓളം മനുഷ്യർ, അവരിൽ 45ഓളം മനുഷ്യർ ഇന്ത്യക്കാരാണ്. 26ഓളം മനുഷ്യർ മലയാളികളാണ്. ഈ അഗ്നിബാധയിൽ മരണപ്പെട്ടു പോയ ആ മനുഷ്യരുടെ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ അറഫയുടെ പ്രാധാന്യം
വളരെ വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവും അല്ലാഹുവിന്റെ അടുക്കലില്ല. അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. അറഫ എന്ന ആ പദത്തിന്റെ അർത്ഥം തിരിച്ചറിവ് എന്നാണ്. ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നു, മഹാനായ ആദം അലൈഹിസ്സലാമും ഹവ്വയും ഭൂമിയിലേക്ക് അല്ലാഹു നീക്കം ചെയ്തതിന് ശേഷം വ്യത്യസ്തങ്ങളായ രണ്ട് ധ്രുവങ്ങളിലായിരുന്ന ആ രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടിയതും അവർ തിരിച്ചറിഞ്ഞതും അറഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് അറഫ എന്നൊരു പേര് വന്നത് എന്ന് ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ലക്ഷോപലക്ഷം ഹജ്ജാജിമാര് അവരുടെ ജീവിതത്തിന്റെ പൈശാചികമായ പ്രാരണകളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് സ്വയം ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അതിന് അറഫ എന്ന് പേര് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നു. ആ പേരിനേക്കാൾ ഉപരി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്, ഫൈദാ അഫളതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. ഫൈദാ അഫളതും മിൻ അറഫാത്ത്, അറഫയിൽ നിന്നുള്ള പ്രാർത്ഥനകളും അല്ലാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറിൽ നിന്നുമൊക്കെ നിങ്ങൾ വിരമിച്ചാൽ, അറഫയിൽ നിന്നും നിങ്ങൾ വിടവാങ്ങിയാൽ, ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അരിൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. റബ്ബിനെ നിങ്ങൾ ദിക്ർ ചെയ്യണം, റബ്ബിനെ നിങ്ങൾ സ്മരിക്കണം. എന്തിനാണ്? വദ്കുറൂഹു കമാ ഹദാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്മാർഗബോധം നൽകിയതിന്, ഈ 800 കോടി മനുഷ്യരിൽ നിന്ന് ഈ ഹിദായത്തിന്റെയും തൗഹീദിന്റെയും വെളിച്ചം നമുക്ക് കിട്ടിയതിന് അല്ലാഹുവിനെ നാം സ്മരിക്കണം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ കുന്തും മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ. ഇതിനു മുമ്പ്, ഈ ഹിദായത്തിലേക്ക് വരുന്നതിനു മുമ്പ് നിങ്ങൾ വഴിപിഴവിലായിരുന്നു. ആ വഴിപിഴവിൽ നിന്ന് നിങ്ങളെ മാറ്റി അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. എന്താണ് പ്രിയമുള്ളവരെ, ഈ മഹത്തരമായ അറഫാ ദിനത്തിൽ, ആ വിലപ്പെട്ട ദിനങ്ങളിൽ എന്താണ്, എങ്ങനെയാണ് അല്ലാഹുവിനെ സ്മരിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എനിക്ക് മുൻപുള്ള മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാക്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അറഫയിൽ വെച്ച് ഞാനും എൻ്റെ പൂർവികരായ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. വഹ്ദഹു, നീ ഏകനാണ് റബ്ബേ. ലാ ശരീക ലഹു, നിനക്കൊരു പങ്കാളികളുമില്ല. റബ്ബേ നീ ഒരുവനാണ്, നിനക്കൊരു പങ്കാളികളുമില്ല. ലഹുൽ മുൽക്കു, നിനക്കാണ് സർവാധികാരങ്ങളും. വലഹുൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, റബ്ബേ നീ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് റബ്ബേ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. തൗഹീദുള്ള മുവഹിദുള്ള ഓരോ സത്യവിശ്വാസിയുടെയും ആ തൗഹീദ് അരക്കെട്ടുറപ്പിക്കുന്ന വലിയൊരു ദിക്റാണ്, വലിയൊരു പ്രഖ്യാപനമാണ്. ആ വിലപ്പെട്ട ദിനങ്ങളിൽ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ തൗഹീദിനെ ദൃഢമാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, അതിമഹത്തരമായ ദിനമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ
ലൗ അലൈനാ മഅ്ശറൽ യഹൂദ് നസലത്, നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു വചനം, അത് ലൗ നസലത് അത് നമ്മുടെ മേലാണ് അവതരിച്ചിരുന്നതെങ്കിൽ, അഥവാ ജൂത സമൂഹത്തിന്റെ മേലാണ് നിങ്ങൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ആ വചനം അവതരിച്ചിരുന്നതെങ്കിൽ ലത്തഖദിനാ ഹാദൽ യൗമ ഈദ, നാം ആ ദിവസത്തെ ഈദ് ദിനമാക്കും, ആഘോഷ ദിനമാക്കുമായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, അത് ഏത് ആയത്താണ്? ആ ജൂതനായ മനുഷ്യൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ ആയത്ത് പാരായണം ചെയ്തു. ഏതാണ് ആ വചനം? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആ വചനം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ വചനം ജൂത സമൂഹത്തിന്റെ മേലാണ് അവതരിച്ചിരുന്നതെങ്കിൽ നാം ആ ദിവസത്തെ ഒരു ആഘോഷ ദിവസമാക്കുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, ലഖദ് അറഫ്നാ ഹാദൽ യൗം വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമുഅ. നമുക്ക് ആ ദിവസത്തെ കുറിച്ച് അറിയാം. ആ ആയത്ത് അവതരിക്കുന്നത്, ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം അവതരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് ഒരു വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിൽക്കുമ്പോഴാണ്. ആ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ വചനം അവതരിച്ചത് എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതനായ മനുഷ്യനോട് പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്കൊക്കെയും അറിയാം, പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, രാത്രിയിലെ മുഴുവൻ അന്ധകാരങ്ങളെയും സർവ്വ ഇരുളുകളെയും ഭേദിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ പ്രോജ്വലമായ ഖുർആന്റെ അവതരണം പരിശുദ്ധ റമളാനിലാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചത്, ഖുർആനിന്റെ അവതരണം പരിശുദ്ധ റമളാനിലാണ് എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പരസമാപ്തി കുറിക്കുന്നത് വിശുദ്ധമായ ആ അറഫ ദിവസത്തിലായിരുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ വചനം അവതരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ നിൽക്കുമ്പോഴാണ്. ഈ ആയത്തിന്റെ ഒരു ദൃഢമായ പ്രഖ്യാപനമാണ് ഓരോ വിശ്വാസിയും അവന്റെ നെഞ്ചകത്തേക്ക് കൈവച്ചുകൊണ്ട് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, ഞാൻ അല്ലാഹുവിനെ എൻ്റെ റബ്ബായിട്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എൻ്റെ മതമായിട്ടും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ പ്രവാചകനായും ഞാൻ തൃപ്തിപ്പെട്ടു എന്ന പ്രഖ്യാപനം ആ വിശ്വാസത്തിന്റെ സമ്പൂർണതയാണ്. മാത്രമല്ല, അറഫ സംഗമത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച ആദ്യവും അവസാനവുമായി നിർവഹിച്ച ആ ഹജ്ജത്തുൽ വദാഇൽ 1,00,000-ഓളം വരുന്ന സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅറാലക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ. അതായത് ഈ ദിവസത്തെ പോലെ, ഈ മാസത്തെ പോലെ, ഈ പുണ്യമായ അറഫാ ദിനത്തെ പോലെ ഓരോ മനുഷ്യന്റെ ആത്മാഭിമാനവും അവന്റെ ജീവനും അവന്റെ സമ്പത്തും പവിത്രമാണ്. ഓരോ മനുഷ്യരെയും ആദരിക്കേണ്ടതുണ്ട് എന്ന് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞത്. നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. എന്നാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ഈ വിശ്വാസി സമൂഹത്തിനെതിരെ നുണപ്രചരണങ്ങളും ശുദ്ധമായ വർഗീയതയും ഈ സമൂഹത്തിന്റെ മേൽ ആരോപിക്കുമ്പോൾ വിശ്വാസികൾ തിരിച്ചു പ്രതികരിക്കാത്തത് ആ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ലാ യസ്തവിൽ ഹസനതു വലസ്സയ്യ, നന്മയും തിന്മയും തമ്മിൽ ഒരിക്കലും സമമാവുകയില്ല.
നിങ്ങൾക്കെതിരെ വർഗീയ ആരോപണങ്ങൾ നടത്തിയാൽ, നിങ്ങൾക്കെതിരെ ശുദ്ധമായ നുണകൾ ഈ സമൂഹത്തിന്റെ മേൽ പ്രചരിപ്പിച്ചാൽ, വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത് ലാ യസ്തവിൽ ഹസനതു വലസ്സയ്യ, നന്മയും തിന്മയും തമ്മിൽ ഒരിക്കലും സമമാവുകയില്ല. നിങ്ങൾ തിന്മയെ തടുക്കേണ്ടത് നന്മ കൊണ്ടാണ്, നല്ല സമീപനം കൊണ്ടാണ്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടത്തിയ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഓരോ മനുഷ്യന്റെ ജീവനും അവന്റെ സമ്പത്തും അവന്റെ ആത്മാഭിമാനവും വിലപ്പെട്ടതാണ് എന്ന വലിയൊരു മഹിതമായ സന്ദേശമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവതരിച്ച ആ സമ്പൂർണ്ണ പരസമാപ്തി കുറിക്കുന്ന അൽയൗമ അക്മൽതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആ വിശുദ്ധമായ ഖുർആൻ അവതരിക്കുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് പോയിരുന്ന സങ്കടത്തോടുകൂടി പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണങ്ങ് പ്രയാസവും സങ്കടവും എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരനായ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, ലൈസ ബഅദൽ കമാലി ഇല്ലൻ നുഖ്സാൻ. ഏതൊരു വസ്തുവും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ പിന്നീട് വീണ്ടും അത് തളർച്ചയിലേക്കാണ്